ഓക്കെ, മൊഡ്യൂൾ 2 ആട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഫസ്റ്റ് മൊഡ്യൂൾ 2 എന്താ? ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പ്രോഗ്രാമാണ് ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് തൊടാൻ പറ്റുന്ന സാധനങ്ങൾ, അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU, ഇതൊക്കെ എന്താ? ഹാർഡ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. എന്തിനെ മാനേജ് ചെയ്യും? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും. അതേപോലെ ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഒരു ബേസിസ് ആണ്. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതായത് വാട്സപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉള്ളത് എവിടെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൻ്റെയും ഹാർഡ്വെയറിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു, മാക്-OS. ദെൻ ഇവിടെ തന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇൻ്റർഫേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അപ്പോൾ നമ്മൾ എന്താ? യൂസറാണ്. സോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഇൻ ആപ്ലിക്കേഷൻ, ഒരു ഗൂഗിൾ ക്രോം ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഗൂഗിൾ ക്രോം തിരിച്ചൊരു ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെസ്പോൺസ് കൊടുക്കും. ആ റെസ്പോൺസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർക്ക് തരും? നമുക്ക് തരും. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്. ഈ 4 ഫങ്ഷൻസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. ഈ 4 ഫങ്ഷനും കൂടി എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫങ്ഷനുമായി അല്ലേ? മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറി ആ ഭാഗം മെയിനായിട്ടുള്ള 4 പാർട്ടാണ്. ആ 4 പാർട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നോക്കി നടത്തുന്നത്. സോ മെയിനായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 2 മോഡ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 2 മോഡ് ഓപ്പറേഷൻ ആണുള്ളത്. യൂസർ മോഡും കേർണൽ മോഡും. യൂസർ മോഡ് എന്ന് പറയുമ്പോൾ മോഡ് ബിറ്റ് വാല്യൂ 1ഉം കേർണൽ മോഡിന് മോഡ് ബിറ്റ് വാല്യൂ 0ഉം ആണ്. യൂസർ മോഡിന് നമ്മൾ യൂസർ എക്സിക്യൂഷൻ മോഡ് എന്നും പറയും. ദെൻ അതാണ് കാണിച്ചിരിക്കുന്നത്. യൂസർ മോഡിൽ യൂസർ, അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും? അതായത് നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് അത് വേണമെന്നുള്ളതിന് റിക്വസ്റ്റ് കൊടുത്തു. ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും? കേർണൽ മോഡിലേക്ക് പോയിട്ട് ഈ റിക്വസ്റ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉണ്ടാവുക. കേർണൽ മോഡിൽ ഉള്ളിൽ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ നടക്കും. അതായത് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കും. എക്സിക്യൂഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യും? വീണ്ടും യൂസർ മോഡിൽ വരും. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ റിസൾട്ട് കാണാൻ പറ്റും. ഇനി ബൈ ചാൻസ് ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇനി ലിനക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതെന്താ? ഓപ്പൺ സോഴ്സ് ആണ്, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ സെക്യൂരിറ്റി കൂടുതലാണ്. റിലയബിൾ ആൻഡ് സ്റ്റേബിൾ, അതായത് വിശ്വസനീയമാണ്. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിനും അതേപോലെ സ്മോൾ ലെറ്ററിനും ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ കസ്റ്റമൈസബിൾ, പിന്നെ പെട്ടെന്ന് വൈറസ് വരില്ല, അതായത് വൈറസ് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാവില്ല, അതായത് ഫയൽസ് നമ്മുടെ പെട്ടെന്ന് ഡെസ്ട്രോ ആയി പോവില്ല. പിന്നെ യൂസർ ഫ്രണ്ട്ലി അല്ല. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി വിൻഡോസ് എന്താ? അതും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ല. പിന്നെ വിൻഡോസിന് എന്താ? നമ്മൾ പൈസ കൊടുക്കണം. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കേണ്ടത്. അതേപോലെ എന്താണ്? ലൈസൻസ് ആവശ്യമുണ്ട്. സെക്യൂരിറ്റി കമ്മിയാണ്. അത്രയ്ക്ക് റിലയബിൾ അല്ല. പിന്നെ കേസ് സെൻസിറ്റീവ് അല്ല, അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ആയാലും കുഴപ്പമില്ല, ഏത് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. കസ്റ്റമൈസബിൾ അല്ല. അതേപോലെ പെട്ടെന്ന് വൈറസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇനി യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ
ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന പേജാണ്. ഫസ്റ്റ് കാണുന്ന എന്താ? ആ സ്ക്രീൻ. അതിൻ്റെ മോണിറ്ററിൽ എന്താ കാണുക? ലോഗിൻ ഐ ഡിയോ പാസ്വേഡൊക്കെ ചോദിക്കും. അങ്ങനെ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അതിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എന്താവും? ടാസ്ക് ബാർ ഉണ്ടാവും. അതായത് ഈ താഴെ കാണുന്ന സാധനമാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇതിൽ ഇതാ സ്റ്റാർട്ട് മെനു, പിന്നെ ഇതിൽ സെർച്ച് ബാർ, ക്വിക്ക് ലോഞ്ച് ബാർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. then ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ട്. സ്റ്റാർട്ട് മെനുവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Escape. then ഓക്കെ. ഇനി ഐക്കൺസ്. ഐക്കൺസ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിംബൽസ്, അല്ലെങ്കിൽ ഫയൽസ്, ഫോൾഡേഴ്സ്, പ്രിൻറ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഐക്കൺസ്. ഇനി നേരത്തെ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ റൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ആപ്ലിക്കേഷൻ? ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോണേ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോവും, അതിന് റെസ്പോൺസ് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സർവീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിമ്പിൾ സെറ്റിങ്സ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പാനലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ പാനലിൽ പോയിട്ട് ക്ലോക്ക് ആൻഡ് റീജിയനിൽ പോയി കഴിഞ്ഞാൽ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ്, ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേഴ്സണലൈസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോവാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക? അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വിൻഡോ കമ്പോണൻസ് ആഡ് ഓർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെന്ത് ചെയ്യും? അതിനും കൺട്രോൾ പാനലിൽ പോവുക. ഇതിവിടെ പ്രോഗ്രാംസ് കണ്ടോ? അത് അങ്ങോട്ട് ആഡ് ചെയ്യുക. അതിൽ അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാംസ് നമുക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി മൗസ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. അതും കൺട്രോൾ പാനലിൽ തന്നെയാണ്. കൺട്രോൾ പാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക? മൗസ് എന്താണ്? ഹാർഡ്വെയർ അല്ലേ? സോ ഹാർഡ്വെയർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് എ ഡിവൈസ്. അവിടെ മൗസോ എന്താ വേണ്ടത് വെച്ചാൽ അപ്പോൾ ആഡ് എ ഡിവൈസ് കൊടുത്താൽ നമുക്ക് പ്രിൻ്ററൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം മൗസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ലെഫ്റ്റ് ക്ലിക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബട്ടൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ബട്ടൺ ഡബിൾ ക്ലിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, പോയിൻ്ററിൻ്റെ സ്പീഡ്, കളർ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വീൽസ് സ്ക്രോൾ ചെയ്യണ വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാർഡ്വെയർ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഡിവൈസ് സെറ്റിംഗ് ഉണ്ടാവും. പ്രിൻറ്റേഴ്സിൻ്റെ ഞാൻ പറഞ്ഞു ആഡ് ഡിവൈസസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ഫയൽ ആൻഡ് ഡയറക്ടറി മാനേജ്മെൻറ്റ്. ഫയൽ ആൻഡ് ഡയറക്ടറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഫയൽ. അപ്പോൾ എന്താ ഫയൽ? ഫയൽ എന്ന് പറയുന്നത് എന്താ? അതൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയൽ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷനാണ് ഫയൽ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ് എന്ത്? ഫയൽ. ഓരോ ഫയലിനും എന്തുണ്ടാവും? യുണീക്ക് ആയിട്ടുള്ള നെയിംസ് ഉണ്ടാവും. അതായത് വ്യത്യസ്ത നെയിമുകൾ ഉണ്ടാവും. ഓരോ ഫയലും ഒരു എക്സ്റ്റൻഷനോട് കൂടിയാണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ? ഹലോ എന്ന് പറയുന്നത് ഫയൽ നെയിമും HTML എന്ന് പറയുന്നത് എക്സ്റ്റൻഷനുമാണ്. ഈ സാധനങ്ങൾ എന്താ? അതിൻ്റെ പാത്ത്, അതായത് ഏതൊക്കെ ഫോൾഡറിലാണ് സേവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഡയറക്ടറി മാനേജ്മെൻറ്റ്. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ ഓരോ ഫയൽസും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആ പ്ലേസിനെയാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്നത്. അവിടെ ഈ ഡയറക്ടറി എന്താ? ഫയലിനെ കുറിച്ചിട്ടുണ്ടാവും. അതായത് ഫയലിൻ്റെ സൈസ്, അതെപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, അതെപ്പോഴാണ് ലാസ്റ്റ് മോഡിഫൈ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡയറക്ടറിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഡയറക്ടറി രണ്ട് തരത്തിലുണ്ട്, റൂട്ട് ഡയറക്ടറിയും സബ് ഡയറക്ടറിയും. റൂട്ട് ഡയറക്ടറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡയറക്ടറി. ഈ റൂട്ട് ഡയറക്ടറിയുടെ ഉള്ളിലാണ് സബ് ഡയറക്ടറി ഉണ്ടാവുക.
ദെൻ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, സേവ് ചെയ്യുക. മെയിനായിട്ട് എന്താ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പേര് കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. പിന്നെന്താ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ, അതായത് ഡിലീറ്റ്, കട്ട്, കോപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യില്ലേ, അത് തന്നെയാണ് ഓപ്പറേഷനിൽ വരുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ചില ഫയൽസ് നമുക്കിപ്പോൾ വേറെ ആരും നോക്കരുത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ഐ ഡി പാസ്വേഡും കൊടുക്കും. അൺഓതറൈസ്ഡ് യൂസേഴ്സിന് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻറ്റഗ്രിറ്റി എന്താ, ഇപ്പം നമ്മൾ ഫയൽ ഡിലീറ്റ് ചെയ്ത ടൈം, മോഡിഫൈ ചെയ്ത ടൈം, അതിൽ എന്തെങ്കിലും ആഡ് ചെയ്ത ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡാറ്റ ആ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ്, ആ ഫയലിന് സൈസ് കൊടുക്കുന്നത്, അതായത് സ്പേസ് ഇത്ര സ്ഥലത്തിൽ ഇതിരിക്കണോ, 2 MB കൊടുക്കണോ 3 MB കൊടുക്കണോ, അതൊക്കെ നോക്കുന്നത് അവിടെയാണ്. പിന്നെ ഓരോന്നിൻ്റെ എക്സ്റ്റൻഷനാണ് കാണിച്ചേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കുക തന്നെ വേണം. ദെൻ ടൈപ്പ് ഓഫ് ഫയൽസ്, മെയിനായിട്ട് 4 ഫയൽസ് ആണുള്ളത്. ഓർഡിനറി ഫയൽസ്, ഡിവൈസ് ഫയൽസ്, ഡയറക്ടറി ഫയൽസ്, ഫിഫോ ഫയൽസ്. ഓർഡിനറി ഫയൽസ് എന്ന് പറയുമ്പോൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലാണ്. ഇതിലെന്താ നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ, ഇപ്പം നമ്മൾ എക്സലിൽ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ചെയ്തു എന്നിട്ട് സേവ് ചെയ്യുന്ന ഫയലൊക്കെ എന്താ, ഓർഡിനറി ഫയൽസ് ആണ്. ഇനി ഡയറക്ടറി ഫയൽസ് പറയുമ്പോൾ നമ്മളായിട്ടൊരു ബന്ധമില്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഡയറക്ടറി ഫയൽസിൽ ഉണ്ടാവുക. ഇനി ഡിവൈസ് ഫയൽസ്, ഇത് നമുക്കൊരു ബന്ധമില്ല, എന്താണ് ഇതിന് സ്പെഷ്യൽ ഫയൽസ് എന്നും പറയും. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഫയലാണ്. ഇനി ഫിഫോ ഫയൽസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനലായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വർക്കിംഗ് എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ആ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനലായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അതായത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഓപ്പൺ ആവുന്നു. സോ അതിനെന്താ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിക്വസ്റ്റ് പോകുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പോകുന്നുണ്ട്, അതിന് തിരിച്ച് റെസ്പോൺസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ ഫിഫോ ഫയൽസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.